ഇതാണ് വീട്. ഇറങ്ങിക്കോളും. ആ ഒരു സീസണിൽ എത്ര ചക്ക കിട്ടും? ഇത് മാവാണേ. പെണ്ണ് കാണാൻ വന്ന ആദ്യം എന്റെ ചക്കഞ്ഞ മകനെ കണക്കാ. ആദ്യം പെണ്ണ് കാണാ വന്നാട്ടെ. വരെ അതുവേ അവരെത്തി. ഇവിടെ ആരും ഇല്ലേ? എന്ത് ഇവിടെ ആരും ഒന്നും ഒരുങ്ങിയിട്ടൊന്നും ഇല്ലേ? എന്റെ മാധവമ്മ നിങ്ങൾ ഇതുവരെ അല്ല മോൾ ഇതുവരെ ഒരുങ്ങിയിട്ടില്ലേ? ഇല്ല. ഏട്ടൻ കൂടെ ഇവിടെ ഉള്ളപ്പോ മതി പെണ്ണ് കാണലൊക്കെ. അതിന് ഏട്ടനെ കിട്ടിയിട്ട് വേണ്ടേ? ഇതാ ഈ മൊബൈൽ ഇറങ്ങിയ പിന്നെ ഒട്ടുമിക്ക പേരും പരിധിക്ക് പുറത്താ. ഞാനും വിളിച്ചു നോക്കിയതാ. എന്റെ മാധവമ്മ എന്റെ മോൾ. അതെ, ചെറുക്കം മുംബൈക്ക് മടങ്ങുന്നതിന് മുമ്പ് കൊള്ളാവുന്ന വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ നിശ്ചയിച്ചുറപ്പിക്കണം. ഇന്നത് 14ാമത്തെ വീടാ. ഇതും കൂടി കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്ക്. പിന്നെ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ആലോചന അത്. ഒക്കെ ഞാൻ വിളിച്ചു പറഞ്ഞതല്ലേ? ഞാനും പറഞ്ഞതല്ലേ, എത്ര വലിയ ആലോചനയാണെങ്കിലും ഏട്ടൻ കൂടെ ഉള്ളപ്പോ മതിന്ന്. അതെ, അല്ലെങ്കിൽ പിന്നെ അവനും അതൊരു പ്രയാസമാകും. അതില്ല ഞാൻ എനിക്ക് മനസ്സിലാവത്തെ. താൻ സമയത്തില്ലാത്തത് കാരണം അനിയത്തിക്ക് വന്ന കൊള്ളാവുന്ന ഒരു ആലോചന നടന്നില്ലാന്ന് വരുമ്പോ അവന്റെ മനസ്സ് വിഷമിക്കല്ലേ മാധവമ്മ ചെയ്യാ? അവന് കുറ്റബോധല്ലേ തോന്നുക? അനിയത്തിന്റെ സന്തോഷം കാണാനല്ലേ പ്രഭാതം മുതൽ അർദ്ധരാത്രി വരെ അവനെയും കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇനി കൂടുതൽ തർക്കിക്കണ്ട. മോളൊന്ന് പോയി വേറെ റെഡിയായി വന്നാട്ടെ. ഞാനൊന്നും കൂടി ചെല്ലട്ടെ. മുന്നറിയിപ്പില്ലാത്ത വരവായതുകൊണ്ട് അവർക്ക് കൊടുക്കാനൊന്നും കരുതിയിട്ടില്ല. അതെ, ഇവിടെ ടിന്നുകളിൽ പഴയ ചിപ്സും ബിസ്ക്കറ്റും ഒക്കെ കാണൂലേ? പിന്നെ ചായ എന്നുള്ള പേരിൽ ഒരു പാനീയം അങ്ങോട്ട് കാച്ചി ഉണ്ടാക്കി തന്നെ. ഈ പെണ്ണ് കാണൽ ചടങ്ങിന് വേണ്ടിയാണ് പഠിത്തോൻ ഈ മാതിരി പലഹാരങ്ങളൊക്കെ സൃഷ്ടിച്ചു വെച്ച തന്നെ. അപ്പൊ ജോലി ഉറപ്പാ. ഇനി പറയും മേനോ സാറേ, കഴിഞ്ഞ 6 ദിവസമായിട്ട് നമ്മൾ കണ്ടതിലും വെച്ച് എല്ലാം മൊത്തണിയപ്പോ കൂട്ടിയതല്ലേ? കുടുംബ പാരമ്പര്യം, പഠിപ്പ്, മുഖസൗന്ദര്യം ആളെ ഞങ്ങൾക്ക് ഇഷ്ടം. പക്ഷെ ഗൃഹനാഥനായിട്ട് ആണുങ്ങളാരെയും കണ്ടില്ല. കുട്ടിയുടെ അച്ഛനെ ഇനി കാണാൻ ലേശം ബുദ്ധിമുട്ടാ. ഞാൻ പറഞ്ഞില്ലേ, മൂപ്പര് നേരത്തെ റിട്ടേൺ ആയി. പക്ഷെ അച്ഛനില്ല എന്നുള്ള വിഷമം മോൾ അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാ? അച്ഛനേക്കാൾ കരുതലോട് അച്ഛന്റെ സ്ഥാനത്ത് ആങ്ങളുണ്ട്. ജയശങ്കർ എന്റെ ജീവൻ മോനെ ഒരു ബ്രോക്കറായി എന്ന് പറയല്ല. ജയനെ പോലെ ഒരു അളിയനെ കിട്ടാൻ പുണ്യം ചെയ്യണം. പിന്നെ ജയൻ ആൾ എം എ കാരനാണ്. അധികം താമസിയാതെ സർക്കാർ ജോലിയും കിട്ടും. ആളിന് ജയനെ SI ആക്കണമായിരുന്നു ആഗ്രഹം. അവൻ വളരെ ഉയർന്ന നിലയിൽ എത്തുമെന്ന ജാതകത്തിലും. ജയേട്ടന് ഇറങ്ങി ഇതൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചോളാം. വലിയ ഉദ്യോഗസ്ഥനായിട്ട് ഞങ്ങളൊക്കെ ഭരിക്കേണ്ട ആളല്ലേ. ശരീരം വേർത്തിട്ടുള്ള അധ്വാനത്തിന്റെ സുഖം അത് വേറെ ഏത് പണിക്ക് കിട്ടും സെബാസ്റ്റ്യ? എന്ത് സർക്കാർ ഉദ്യോഗം കിട്ടിയാലും ആഴ്ചയിൽ ഒരു ദിവസം ലോറിയായിട്ട് ഞാൻ ഈ ചന്തയിലെത്തും. പപ്പനെവിടെ? അവനെവിടെ? ഒരു ചാക്ക് കത്തിരിക്കയും വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് പോയ ആളാ. എവിടെ പോയി കിടക്കും? എന്റെ അമ്മ 100 രൂപ. എന്ത് വിലയായത്? പച്ചക്കറിക്കൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ. അതാണ് ഇത് കരിഞ്ഞിരിക്കുന്നത്. എന്തായാലും 100 രൂപത്തിൽ കൂടുതലാ. 90 രൂപ അത് കുറയത്തില്ല. പറ്റില്ല 80 രൂപയ്ക്ക് ഉറപ്പിക്കാം. ഇന്ന് 50 രൂപ. അതിങ്ങനെ താൻ ആളെ കളിയാക്കണോ? 90 പറഞ്ഞപ്പോ താൻ 80 പറഞ്ഞു. 80 എന്ന് പറഞ്ഞ് താൻ തന്നോ 50. എണ്ണി നോക്കിപ്പോ 30. താൻ എന്താ ആളെ മക്കാറാക്ക? 50 എടുത്താ ബാക്കി കൊടുക്കടാ. ഇതൊരു സ്റ്റൈലല്ലേ? എടുക്കുമ്പോ 10, കൊടുക്കുമ്പോ 100, കൊള്ളുവായി ആണോ? ഇനി അവന്റെ കയ്യിൽ നിന്ന് കൊള്ളാൻ നിൽക്കണ്ട, കൊടുക്ക്. നിനക്കോ ലാഭം ഉണ്ടാക്കി തരാന്ന് വെച്ചപ്പോ അതേ ഈ ചാക്കൊന്ന് പിടിച്ചേ. എന്താന്ന് കൈ പൊങ്ങുന്നില്ല. എടാ ഒന്ന് പിടിച്ചു തന്നാ മതി. അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെ എടുക്ക്. നടക്കടാ. എടാ ജയ, നിന്റെ പകുതി പഠിപ്പും വിവരവും ഈ തൊലിവെളുപ്പും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്യാബേജിന്റെയും ക്യാരറ്റിന്റെ ഇടയിൽ നിന്ന് ഞാൻ നേരെ രക്ഷപ്പെട്ടേനെ. മണ്ണിനോട് ഇങ്ങനെ ഒരു പുച്ഛം കിടക്കുന്നതുകൊണ്ടാ നീ ഒന്നും ജീവിതകാലത്ത് രക്ഷപ്പെടാത്തത്. എടാ മണ്ണിനെ സ്നേഹിക്കണം. ഒരു പെണ്ണിനെ സ്നേഹിച്ചതിന്റെ കടി ഇപ്പോഴും തീർന്നിട്ടില്ല. അവളിപ്പോ എന്റെ തലയില. അപ്പോഴാ മണ്ണ്. സദാനന്ദ മുതലാളി വേഗം പോയി ലോഡർക്ക്. ശരി മുതലാളി. മുതലാളി 8 ചാക്ക് കത്തിരിക്ക, 12 ചാക്ക് ചേന, 78 നേന്ത്രക്കൊല, പിന്നെ കത്തിരിക്ക, വെണ്ടയ്ക്ക, മാങ്ങ, ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട്. 11500. ഒരിക്കലും കടം പറയാത്തതിന് 10 റിഡക്ഷൻ. പിന്നെ ടോണിക്ക് കൊടുക്കാനുള്ളത് 6 ലക്ഷം ഉണ്ട്. അല്ല ജയ, പെങ്ങളുടെ കല്യാണക്കാരൊക്കെ എവിടം വരെയായി?
ആലോചനകളൊക്കെ വരുന്നുണ്ട് മുതലാളി. കല്യാണമല്ലേ, നോക്കിയും കണ്ടും വേണ്ടേ വരണ തിരഞ്ഞെടുക്കാൻ. അത് ശരിയാ. പണവും പത്രാസൊക്കെ ഇത്തിരി കുറവാണെങ്കിലും വേണ്ടില്ല, കള്ളു കുടിക്കാത്ത ആളായിരിക്കണം. കേരളത്തിൽ നിന്നല്ലേ ഇവന്റെ പെങ്ങള് വീട്ടിൽ നിന്ന് തന്നെ. സത്യം പറയാലോ, ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം കുടി തുടങ്ങി. അതെന്ത് പറ്റി? ഈ പണ്ടാരത്തോടൊക്കെ ജീവിക്കണ്ടേ? ഡാ, വാ പോട്ടെ മുതലാളി. ഒരു കാര്യം പറയാൻ സമ്മതിക്കില്ല. അല്ല, മുതലാളിയോടൊന്നും സൂചിപ്പിക്കണം എന്ന് എഴുതിയിരിക്കുകയായിരുന്നു. എന്ത്? ആള് സത്യസന്ധന, നല്ലവനാ, ശുദ്ധന. പക്ഷേ ഇങ്ങനെ 5-6 ലക്ഷം ഒരുമിച്ച് കൊടുത്തയച്ചാൽ റിസ്ക് അല്ലേ? 50 കിലോമീറ്റർ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് ഇങ്ങനെ ഒരു പരീക്ഷണം വേണോ? കാശ് മുതലാളിക്ക് അങ്ങ് നേരിട്ട് കൊടുത്തൂടെ? എന്തോ അവൻ എനിക്ക് വിശ്വാസ. ഞാൻ പറഞ്ഞ കാര്യം 6 റുപ്യ. ഓക്കെ അല്ലേ? ഗോപിയേട്ടാ, അതെ, പച്ചക്കറി എന്ന പേരിൽ കുറെ പൊട്ട സാധനം കെട്ടിയേൽപ്പിച്ചിട്ട് പോവാന്നാ വിചാരം അല്ലേ? ഇനി ഇവിടെ ഇങ്ങനത്തെ സപ്ലൈ വേണ്ട. മാർക്കറ്റിലുള്ളത് ഞങ്ങൾ നേരിട്ട് പോയി എടുത്തോളാം. കിലോയ്ക്ക് 5-10 കൊടുത്ത് വാങ്ങിയിട്ട് 50-60 രൂപയ്ക്ക് ഇവിടെ ഉള്ളവർക്ക്. കൊള്ളാലോ കച്ചവടം. കുഞ്ഞിച്ചിരിയും കൊച്ചു വർത്താനവും ഒക്കെ ആയിട്ട് നാട്ടുകാരുടെ പ്രീതിയും ഹരിശ്ചന്ദ്രൻ എന്ന പേരും പിടിച്ചു വാങ്ങിയിട്ടുണ്ട്. കൊണ്ടോയേ. എടി 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 എടി, വേറെ ഏത് കച്ചവടക്കാരൻ കൊടുക്കുന്നതിനേക്കാൾ 50 റുപ്യ കുറച്ചിട്ട് ഞാൻ നിന്റെ തന്തയ്ക്ക് സാധനം കൊടുക്കുന്നു. അതൊക്കെ പിന്നെ പറയാ. വേഗം വീട്ടിലേക്ക് ചെല്ല്. എന്താ ഗോപിയേട്ടാ? വീട്ടില് കല്യാണിയെ കാണാൻ ചെറുക്കൻ കൂട്ടി വന്നു. കല്യാണിക്ക് ആലോചനയോ? നേരെ അല്ല, കള്ളം. നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലാന്ന് കല്യാണി ഇവളെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വന്നപ്പോ ചെറുക്കന്റെ കുടുംബക്കാരെ ഞാൻ അറിയും. നല്ല തറവാടാ, നല്ല പയ്യനാ, എന്തുകൊണ്ട് ചേരും? ധൈര്യമായിട്ട് ആലോചിക്കാം. മതി, തൃപ്തിയായി. ഇനി ഈ അമ്മാവന് സന്തോഷത്തോടെ കണ്ണടയ്ക്കാലോ. എന്റെ കൃഷ്ണ, ചെറുക്കന്റെ കൂട്ടര് വന്നെന്നും ഇവളെ കണ്ടെന്നും ഇഷ്ടപ്പെട്ടെന്നും ഒക്കെ അറിഞ്ഞപ്പോ ഉടപ്പറന്നോളെ എന്റെ നെഞ്ചത്ത് പടപടാന്നൊരു മുഴക്കം. ഒരൊറ്റ അടിവശരും മുസ്ലിക്കാരി സന്തോഷ പെരുമ്പറയുടെ ഒരു മുഴക്കമായിരുന്നു. ഓടി കൃഷ്ണന്റെ അമ്പലത്തിലേക്ക് അർച്ചനയെ കഴിപ്പിച്ചു. അവിടെ അർച്ചനയ്ക്ക് 10 രൂപയാ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ 3 ആന നിന്ന തറവാടായത്. അതിനൊത്തതായിരിക്കണം കല്യാണം. അതെന്താ, കല്യാണത്തിന് കൊമ്പും തുമ്പിക്കൈയൊക്കെ വേണോ? ഇവളുടെ ഓരോ തമാശകള്. പെങ്ങളെ, 100 പവനെങ്കിലും വേണം ആഭരണം. 3000 പേരെ ക്ഷണിക്കണം. പ്രഥമൻ 5 കൂട്ടം വേണം. ഇതിനൊക്കെ കൂടി കാശ് എത്രയാകുമെന്നാ നിങ്ങളുടെ വിചാരം? നിങ്ങളുടെ കൈ തുട്ടുണ്ടോ? കാശിന് പകരം കല്യാണ ചെക്കിന് വെണ്ടയ്ക്കയും കത്തിരിക്കയും ഒക്കെ കൊടുത്താൽ മതിയോ? അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, ഈ വീടും പറമ്പും എന്റെ പേർക്ക് എഴുതി തന്നേക്ക്. സെന്റിന് 10,000 രൂപ വെച്ച് ഞാൻ അങ്ങ് തന്നേക്കാം. എന്താ, വില അല്പം കൂടുതലാണെങ്കിലും ഉടപ്പറന്നോക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന സമാധാനം എനിക്കും. വീടും വസ്തുവും അന്യന്റെ കൈവശം പെട്ടു പോയില്ലല്ലോ എന്ന് നിങ്ങൾക്കും സമാധാനിക്കാം. വേണ്ട, അതിന്റെ ഒരാവശ്യമില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു. കല്യാണിയെ പെണ്ണ് കാണാൻ ചെറുക്കനും കൂട്ടരും വന്നിരുന്നു. അവർക്ക് പരസ്പരം വലിയ ഇഷ്ടമായി. എന്നെ മൊബൈലിൽ കിട്ടിയില്ല. പക്ഷെ ഗോപിയേട്ടൻ പറഞ്ഞ വിവരം ഞാൻ അറിഞ്ഞു. നേരെ ചെറുക്കനെ കാണാൻ ചെന്നു. ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ ചെറുക്കനെ കുറിച്ച് നല്ല മതിപ്പാ, നല്ല കുടുംബക്കാര്. പിന്നെ ഒന്നും അവിടെ ആലോചിച്ചില്ല. നേരെ ജോത്സ്യനെ കാണാൻ പോയി. കല്യാണത്തിനുള്ള ദിവസം അങ്ങോട്ട് കുറിപ്പിച്ചു. ചിങ്ങത്തിലെ വിവാഹം ഈ വരുന്ന 15-ാം തീയതി. നല്ല മുഹൂർത്ത, ജാതകം കൈമാറുക 10:30ക്കും 11:30ക്കും ഇടയ്ക്ക്. പറ്റിയാൽ അമ്മാവൻ വന്ന് അനുഗ്രഹിക്കണം. വരില്ലേ? നീയാണ് കേശവൻ നായരുടെ അനന്തരവൻ. എന്റെ ഈ പെങ്ങളുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണോ താല്പര്യം കാണിച്ചത്, അതേ താല്പര്യം നീ നിന്റെ പെങ്ങളുടെ കാര്യത്തിൽ കാണിക്കുന്നു. അപ്പൊ ജയ, നമുക്ക് ഈ കല്യാണം കെങ്കേമമാക്കണം. അത് പിന്നെ പറയാനുണ്ടോ? കേശവൻ നായരുടെ അനന്തരവളുടെ കല്യാണമല്ലേ, കുറയ്ക്കാൻ പറ്റുമോ? ഒരു 3000 പേർക്കെങ്കിലും സത്യം, 4 ആന, താലപ്പൊലി, ഭരതനാട്യം, കുച്ചിപ്പിടി. പക്ഷേ ഇതിനൊക്കെ കൂടി നല്ല തുകയാവുമല്ലോ. എന്റെ എവിടുന്ന കാശ്? അമ്മാവൻ സെന്റിന് ഒരു 10,000 രൂപ വെച്ച് വീടും സ്ഥലം എടുത്തോളാന്നല്ലേ പറഞ്ഞത്? എടുത്തോ. അമ്മാവന് പറ്റിയ അനന്തരവൻ തന്നെ. എന്താ അമ്മാവത്? അഡ്വാൻസ് 50,000 രൂപ. അഡ്വാൻസ് ഒക്കെ അവിടെ ഇരിക്കട്ടെ, ആദ്യം മുദ്രപത്രഞ്ഞു തന്നെ. മെടുക്കൻ. അമ്മ വിഷമിക്കാതെ, ഒരു ആവശ്യം വന്നുകൊണ്ടല്ലേ, വേറെ വഴിയില്ലല്ലോ. അമ്മ അവനിതൊന്ന് വായിച്ചു നോക്കിയേ.
ഇതും പറഞ്ഞ് ഈ വീട്ടിൽ കാല് കുത്തിയാൽ ബാക്കിയും കൂടി അമ്മാവനാണെന്ന് ഞാൻ നോക്കിയില്ല, കാല് ഞാൻ വെട്ടിക്കളയും. അയ്യോ, സത്യമാണോ? സത്യമാണ്. എന്താ പകളെ, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുക. അല്ല, ഒരു 10,500. ഓ, എന്റെ കൊട ഉള്ളത് മുഴുവൻ കൊണ്ടുപോയി അയക്കിനി വീണ്ടും കൂടി കൊണ്ടുപോയി. അയ്യോ. ആ അതൊക്കെ പോട്ടെ, ആളെ ഞാൻ കണ്ടു. അല്ല, സ്ത്രീധനവും കല്യാണ ചെലവൊക്കെ ആയിട്ട് നല്ലൊരു തുക വേണ്ടേ? വേണം, കാശിന് കാശ് തന്നെ വേണ്ടേ? അതിനെ കുറിച്ച് ഓർത്ത് അമ്മ വിഷമിക്കണ്ടെന്ന്. എനിക്കറിയാം ഏട്ടന് ഇപ്പൊ ആരോടെങ്കിലും കടം വാങ്ങിക്കാനായിരിക്കും. ഇത്രയും കാശ് ചെലവാക്കി എനിക്കിപ്പോ ഈ കല്യാണം വേണ്ട. അല്ലെങ്കിൽ തന്നെ ഏട്ടൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എടി, വീട്ടുകാർക്ക് വേണ്ടി ഇത്തിരി കടം മേടിക്കലും കഷ്ടപ്പെടലൊക്കെ ഗ്രഹനാഥന്മാർക്കൊരു സുഖ. ആ സുഖം ഞാനും അനുഭവിക്കട്ടെ. എന്റെ കുഞ്ഞിപ്പെങ്ങള് കഞ്ഞി കുടിച്ചിടന്നുറങ്ങാൻ നോക്ക്. ഞാനൊരു കാര്യം പറഞ്ഞ നിനക്ക് ദേഷ്യം തോന്നരുത്. എന്താമ്മേ? നിനക്ക് എറണാകുളത്ത് പോയി നമ്മുടെ സേതുവിനെ ഒന്ന് കണ്ടൂടെ? വേണ്ടമ്മേ, വല്യേട്ടനൊക്കെ വലിയ സ്ഥിതിയിലല്ലേ, കോടീശ്വരൻ. കാശ് കൊണ്ട് ഈശ്വരന്മാരായവരെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് താഴേക്കടയിൽ ജീവിക്കുന്ന നമ്മളെപ്പോലെയുള്ള ബന്ധുക്കളെയാ. വല്യേട്ടന്റെ വീട്ടുമുറ്റത്ത് നിന്ന് നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലേ. എന്തായാലും അവനെന്റെ ഏട്ടത്തിയുടെ മോനല്ലേ. വല്യമ്മയുടെ മോനോട് ഒരു സഹായം ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. വേണ്ടമ്മേ, വീട്ടുകാരോട് പിണങ്ങി നാട് വിട്ടു പോയപ്പോഴൊന്നും തിരിഞ്ഞു നോക്കാതെ നമുക്ക് കാശിന്റെ ആവശ്യം വന്നപ്പോ അന്വേഷിച്ചില്ല എന്ന് വെച്ചാ ദേ, അതൊന്നും ശരിയാവില്ല. അല്ല ജയ, ഈ ടോണി സദാനന്ദ മുതലാളി തമ്മില് എന്താ ഇടപാട്? എന്താ? അല്ല, ഓരോ പ്രാവശ്യവും ലക്ഷങ്ങളല്ലേ കൈമാറുന്നത്. ഇപ്രാവശ്യം 10 ലക്ഷം. അത് പിന്നെ എന്തെങ്കിലും ബിസിനസ് കാണുമായിരിക്കും. നമ്മളിതൊക്കെ എന്തിനാ അന്വേഷിക്കുന്നത്? ഇതിപ്പോ നമ്മൾ ഛേദമില്ലാത്തൊരു ഉപകാരം ചെയ്യുന്നു, അത്ര തന്നെ. നമ്മളോട് മുതലാളി ഡീസന്റ് ആയിട്ടല്ലേ പെരുമാറുന്നത്. അത് ശരിയാ. കല്യാണിയുടെ വിവാഹത്തിന് മുതലാളിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം ചോദിക്കണം. സഹായിക്കാതിരിക്കില്ലല്ലേ? പക്ഷേ ഞാൻ കല്യാണത്തിന് ശേഷമാ സാമ്പത്തിക സഹായം ചോദിച്ചു. ആര്? മുതലാളിയോടോ? എന്റെ അമ്മായിയപ്പനോട്. എത്ര പെട്ടെന്ന് കാലം ഓടിപ്പോകുന്നല്ലേ. എന്റെ ഈ വിരലി തൂങ്ങിയിടുന്ന കല്യാണിയാ ഇപ്പതാ കല്യാണ പെണ്ണായിരിക്കുന്നു. പേടിക്കണ്ട കേട്ടോ. പതുക്കെ നേരെ ഇറങ്ങിക്കോ. വരുന്നുണ്ട്. ഓക്കെ. അമ്മേ ഈശ്വര. അമീദക്ക, പതിവ് ചായ 2. എത്തിയോ? പതിവ് പഴംപൊരി. പഴംപൊരി അല്ല, അതേതോ പഴയ പൊരിയാ. കടയിൽ നോക്ക്. ഇനിയിപ്പോ എന്ത്? എനിക്കൊന്നും അറിയില്ല. നീ മുതലാളിയെ വിളിച്ച് പറ. നിങ്ങൾ പോലീസിനെ വിളിച്ച് എന്ത് കാര്യത്തിന്? പോകേണ്ടത് പോയി. 10 മിനിറ്റിനകം പൈസ അതിർത്തി കിടക്കും. അതെ, നമുക്ക് ആദ്യം മുതലാളിയായിട്ട് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോവാം. അല്ലാതെ ഞാൻ ആലോചിച്ചിട്ട് വേറെ വഴിയൊന്നും കാണുന്നില്ല. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. മുതലാളി എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരും. മുതലാളി മുതലാളി, ഞങ്ങൾ കാണാൻ വേണ്ടി. നിന്റെ നാടകമൊന്നും എന്നോട് വേണ്ട. മര്യാദയ്ക്ക് എന്റെ കാശ് തിരിച്ചാ, അല്ലെങ്കിൽ സദാനന്ദൻ ആരാണെന്ന് നീ അറിയും. ഞാൻ പറഞ്ഞില്ലേ, അതിവരും അപകടമാന്ന്. ഇത് ഒത്തുകളിയാ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? സത്യത്തിൽ എന്താ നിർത്തറ. കാശ് അടിച്ച് മാറ്റിട്ട് കടന്നു കളയാൻ നോക്കുന്നോടാ. പ്ലീസ് മുതലാളി, ഞങ്ങൾ പറയുന്നൊന്നും കേക്ക്. പ്രതിയും കൂട്ടുപ്രതിയും മോഷണ കേസിൽ അകത്താവും. പറ, കാശ് എവിടേക്കാ കടത്തിയത്? കൂട്ടുകള്ളന്മാരെ തിരിച്ചു വിളിച്ച് മര്യാദയ്ക്ക് ആ 10 ലക്ഷം തിരിച്ചു കൊണ്ടുവരാൻ പറ. ഇല്ലേൽ കള്ളൻ ജയശങ്കർ അറസ്റ്റ് ചെയ്ത വിവരം നാട്ടിൽ മുഴുവൻ പാട്ടാവും. അത് പിന്നെ മുതലാളി,
എനിക്ക് കുറച്ച് സാവകാശം. കുറച്ച് സാവകാശം. നാളെ തന്നെ കാശ് കിട്ടണം. ഇല്ലെങ്കിൽ പെങ്ങടെ കല്യാണമല്ല, നിന്റെ ശവടക്കായിരിക്കും അവിടെ നടക്കുക. നിനക്ക് ഓർമ്മയുണ്ടോ മാധവി? പണ്ട് ആ നമ്മള് ഏട്ട വന്നല്ലോ. ഏ, എന്താ എന്താ ഏട്ടാ? എന്താണ് നീ വല്ലാണ്ടിരിക്കുന്നേ? ഇതിനും മാത്രം എന്ത് ചോദിക്കാനിരിക്കുന്നു? കാശ്, പണം, എന്തിനും പണം വേണം. ഞാനൊരു തുക പറയാം. സെന്റിന് ഒരു 10,000. ഇറങ്ങി പോകുന്നുണ്ട് അവിടെ. ഏ, ഏട്ടാ എന്താ ഏട്ടാ പറ്റിയത്? ഒന്നുമില്ല. ഇന്ന് കുറച്ച് ജോലി കൂടുതലായിരുന്നു. ഈ കല്യാണ ചെലവിന്റെ കാര്യമൊക്കെ ഓർത്ത് ഏട്ടൻ എന്തിനാ ഒന്നും വെറുതെ? മിണ്ടായിരിക്കുന്നുണ്ടോ? മനുഷ്യന് സ്വസ്ഥതയും തരില്ല. നാളെ തന്നെ കാശ് കിട്ടണം. ഇല്ലെങ്കിൽ പെങ്ങടെ കല്യാണമല്ല, നിന്റെ ശവടക്കായിരിക്കും അവിടെ നടക്കുക. കാശ്, പണം, എന്തിനും പണം വേണം. നമ്മുടെ സേതുവിനെ പോയി കാണാൻ. കോടീശ്വരനാ. ഒരു സഹായം ചോദിച്ചു ചെല്ലുന്നതിൽ അവന് സന്തോഷമേ ഉണ്ടാവൂ. അവന്റെ ബിസിനസ്സിൽ കോടികളാ വന്നു മറിയുന്നത്. നമ്മളൊരു സഹായം ചോദിക്കാൻ കാത്തിരിക്കാവൂ അവൻ. വീട്ടിലെ കാര്യങ്ങൾ ഓർത്തിട്ടാ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. തൽക്കാലം സദാനന്ദ മുതലാളിയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കാം. പിന്നെ എന്തിനാ പോകുന്നതെന്നൊന്നും വീട്ടിൽ ആർക്കും സംശയം തോന്നരുത്. പുറത്താരും അറിയുകയും വേണ്ട. വിവാഹം നിശ്ചയിച്ച നിന്റെ പെങ്ങള് വീട്ടിലുണ്ട്. കല്യാണം നടത്താനല്ല, മുടക്കാനല്ലേ നാട്ടുകാർക്ക് എപ്പോഴും ഉത്സാഹം. അപ്പൊ പോവല്ലേ? പിന്നല്ലാതെ. ജയാ, സെന്റിനൊരു 10,000. ഒന്ന് ആലോചിച്ചിട്ട് പറ. ആ, നീ കല്ലിഞ്ഞെടുക്ക. അയ്യോ, പെട്ടെന്ന് ഇപ്പൊ ഏത് കമ്പനിയിലെ ഏട്ടന് ജോലി കിട്ടിയത്? ജോലിയൊന്നും ആയിട്ടില്ലടി. ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ ഒന്ന് കടന്നു കൂടിയാ ചിലപ്പോ കിട്ടും. ഞാൻ 1-2 ദിവസത്തിൽ തിരിച്ചെത്തുന്നു. ആ അമ്മേ, ഈ വല്യേട്ടൻ എറണാകുളത്ത് എവിടെയാന്ന് പറഞ്ഞത്? അതിന് ഏട്ടൻ പുള്ളിക്കാരനെ കാണുന്നുണ്ടോ? ആ ഞാനെന്തിനാ പുള്ളിക്കാരനെ കാണുന്നത്? എന്തായാലും ഞാൻ ടെസ്റ്റ് എഴുതാൻ സിറ്റിയിലേക്ക് പോവാണല്ലോ. അബദ്ധത്തിൽ എങ്ങനെ മുന്നിൽ ചെന്ന് ചാടണ്ടാന്ന് കരുതിയിട്ടാ. അല്ല, കണ്ടാലും ഞാൻ മിണ്ടില്ല കേട്ടോ. അതല്ലടാ, നീ ചെന്ന് കാണണമെന്ന് തന്നെയാ ഞാൻ പറയുന്നത്. എന്തിന്? അമ്മയല്ലേ പറയുന്നത്. കഴിഞ്ഞതൊക്കെ മറക്കുമോനെ. 10-15 കൊല്ലം മുമ്പ് ഇവിടുന്ന് പോയതല്ലേ അവൻ. ആളാകെ മാറിയിട്ടുണ്ടാവും. ആ, എന്റെ കയ്യിൽ അവന്റെ ഒരു പഴയ ഫോട്ടോ ഉണ്ട്. ഞാൻ എടുത്തോണ്ട് വരാം. എന്തിനാ അമ്മ ഈ ഫോട്ടോയൊക്കെ? ഈ അമ്മയുടെ ഒരു കാര്യം. അമ്മ അങ്ങനെ പലതും പറയും. ആരുടെ മുമ്പിലും തലകുനിക്കാത്ത ഏട്ടന്റെ ഈ സ്വഭാവം എനിക്കിഷ്ടം. നമുക്ക് നമ്മുടെ അഭിമാനല്ലേ വലുത്, അല്ലേട്ടാ? പിന്നല്ലാതെ. ഇത് വെച്ചു. എനിക്കതൊന്നും കാണണ്ട. എന്നാ വേണ്ട. അല്ല, ഏതായാലും ഒരു വഴിക്ക് പോണതല്ലേ. ബാഗിന്റെ സൈഡിൽ കിടന്നോട്ടെ. പടി. എറണാകുളത്തേക്കായിരിക്കും അല്ലേ? എന്തോ എറണാകുളത്തേക്കാണോ? ഞാനും എറണാകുളത്തേക്കാ. അല്ല, എന്താ പണി? സാധാരണ പണികളൊക്കെ തന്നെ. സാധാരണ പണിയാണെന്ന് കണ്ടാ പറയൂല കേട്ടോ. പിന്നെന്ത് പറയും? ഒരു രാജകലയുണ്ട്. നമുക്കെന്താ പണി? ഇതൊക്കെ തന്നെയാണ് പണി. ആരുടെ മുഖത്തോക്കും ലക്ഷണം തലക്ഷണം പറയും. ജോത്സ്യൻ വിനായക പണിക്കർ. ജ്യോതിശാസ്ത്രം അരച്ച് കലക്കി കൂടിയ പണ്ഡിതനാ. ഓഹോ, കണ്ടാ പറയില്ല കേട്ടോ. പക്ഷെ ഞാൻ കണ്ടത് പറയും. മുഖലക്ഷണം വെച്ച് നോക്കുകയാണെങ്കിൽ ആള് കേമന. എന്താ പേര്? ജയശങ്കർ. നിങ്ങളുടെ പേരിൽ തന്നെ ഉണ്ടല്ലോ ജയം. പേരില് മാത്രമേ ഉള്ളൂ, ജീവിതത്തിലൊന്നുമില്ല. അതെ, തോൽവി ജയത്തിന്റെ മുന്നോടിയാ. ആട്ടെ, നാളെന്താ? പൂരം. ആ, പോര്. പൂരപ്പെരുമയുടെ കാലല്ലേ വരാൻ പോണേ. അതേ സിനിമ. இந்த 1 ரூபாயை வச்சுதான் பூ விழுந்தா பூப்பாத, രജനീകാന്തിന്റെ സിനിമ. 4 കാശില്ലാതെ വട്ടം തിരിഞ്ഞിറങ്ങവൻ 1 രൂപ കൊണ്ട് കോടീശ്വരനായ കഥയാ ശിവജി. இனி நான் போற பாதை சிங்கப்பாதை.